മോനിക്ക് ആ ശരീരമേ ഉള്ളൂ, കണ്ടാമൃഗത്തിന്റെ ആൾക്ക് ബുദ്ധി ഇല്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ അല്ലാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടില്ലേ, ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. അത് ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാറ്റി വരച്ചു നോക്കി, കേട്ടില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അതിന്റെ മൊയ്തീൻ ഉറുമി കുറിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്നില്ലേ? എവിടെടാ അവൻ? എതിങ്ങാറായില്ലപ്പോ 5 വർഷം ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീൻ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. മൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീൻക്ക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. തമ്പുരാനെ, പിന്നെ എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. വീണത് നമുക്ക് വിദ്യയാക്കാം. അല്ല, നിങ്ങളുടെ വിദ്യ കൊണ്ട് ഓൻ ചെയ്യാൻ പോണെന്ന്. എവിടാ ശൈത്താൻ? എവിടാ മൂരി? ഓനാ ചന്തപ്പനെ കാണുന്ന. നിങ്ങൾ വരി. ഉച്ചിരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ മൂരി. മലപ്പുറം മൊയ്തീനെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. ചൊല്ലണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീനെ ഈ അറിയില്ല അല്ലേ? എന്താണ്ടാ കുയ്യാനെ? അച്ഛനും മൊയ്തീൻ വന്നില്ലായിരുന്നെങ്കിൽ നോക്ക്. എങ്ങനെ മൊയ്തീനെ ഇവിടുന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കല്ലി വെച്ചിട്ടാവും. നീ ഈ അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറ്റും. ചെല്ലി ഡാമിച്ചു.
എന്തായത് ഇവിടുത്തെ ക്രമസമാധാനം ചെയ്യാൻ പറ്റില്ല. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ എന്ത് പണിയായി കാണിച്ചു? പഞ്ചായത്ത് ഇതാ പൂഴിക്കടകൻ. എന്റെ പൂഴിക്കടകിന് ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്റെ പൂഴിക്കടകൻ, കണ്ണിൽ വന്നില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? ഈ എന്ത് കുണ്ടം ചെയ്തെന്നായി പറയണേ? എടാ എന്റെ അടിമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല ഇവിടെ. എന്റെ അടിമാലി ഈ വാഴ വന്നത് മൊയ്തീനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരും ഇടികൊണ്ട്. ശരീരം സൂക്ഷിച്ചോണം. ഇന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്ര കുരുത്തുള്ളവൻ വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തിൽ കൂടെ എന്റെ കൂടെ. ഇന്റെ എല്ലാ അനുഗ്രഹവും തികഞ്ഞു കിട്ടിയവനാണ് അവൻ. അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കും. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ. ശിഷ്യന്മാരാരും മോശക്കാരല്ല. ഓൻ ആ മൂരി ഹൈദ്രോസിനെ ഇടതുവശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന് പോകുന്നതിന് പകരം പൊങ്ങി അമരിയല്ലേ ചെയ്തത്. വജീദേ, യാദവിന് നെന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലുമില്ല. വാസുവട്ടെ ആരാത്? കുയ്യാപ്പിളയാ? ആരുടെയാ തിന്നുന്നതെന്ന് അറിയാമോ? ആമിനയുടെ. നിങ്ങളുടെ നിക്കാഹ് ഉറപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. ഇന്നിട്ട് ഈ ഫോണാണല്ലോ അങ്ങാടി പോലെ കെട്ടിക്കുന്നു പറഞ്ഞിരിക്കണം ഹൈദ്രോസ്ക. ഇത് നമ്മള് കുപ്പായത്തിന് തുണിയാ. ആമിനെയും നമ്മളെയും കുപ്പായം തുന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസർ തുന്നിയ പാവാടമാരി, പാവാട തുന്നിയ ടൗസർ മാരി. അത് ഇതിന് പറ്റൂല കേട്ടാ. എന്താ പാത്തുട്ടി ഞമ്മളീ കേൾക്കുന്നതൊക്കെ ശരിയാണോന്ന്? അലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കുക. അനക്ക് പിരാന്ത. ഇന്റെ മരുവോളം അവൻ നിക്കാതെ കഴിച്ചത്. അനക്കറിയോ എന്റെ സ്വഭാവം? ഞാൻ എന്ത് ചെയ്യാനാ കതിച്ചുമ്മ? ഞമ്മള് വിചാരിച്ചാ വല്ല നടക്കൂ? എന്റെ അമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അത് ഈ പോരാത്തോളായിട്ട് നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യലടി. അനക്കറിയൂല ഇന്റെ കാര്യം. ഇന്റെ കെട്ടുവാൻ മോറിയില്ലാത്ത ഒറ്റ ബാക്കേ പറഞ്ഞുള്ളൂ. അന്ന് കനീസുവിന്റെ സ്വഭാവം മൂപ്പര് കണ്ടു. അന്ന് പടിയിറങ്ങിയതാ. എനിക്ക് വയസ്സ് 60 പെണ്ണുങ്ങളായ ഇത്തിരി ഉസിരി പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കൂല ഉമ്മ. ആമിനയുടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീ തീറ്റിക്ക? എന്താ മോളെ ഇത്? അന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേലിക്ക് നിൽക്കുന്ന കുണ്ടന്മാര് കണ്ണോണ്ടൊന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാലാ ഇത്. ഇനി ഈ എന്തിനാ കരയുന്നത്? ഇന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങുക? ഇവിടെ നിൽക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ് തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചെക്കനൊരു ശല്യായല്ലത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെങ്കിലും ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും പോകാൻ പറ്റണ്ടായോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടോവനാ അലവിയോട്ടില് നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓൾക്ക് സമ്മതമല്ല, ബലായിട്ടാ. കുഞ്ഞൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി രാത്രി പുറത്തിറങ്ങിക്കാൻ.
മുണ്ടാണ്ട് സ്ഥലം വിടാ നടക്കൂ. ഇപ്പോഴും എനക്ക് നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ അവിടെ അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണട്ടെ. അതാ ആ തട്ടമിട്ടതാ. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്കെ ഇങ്ങനെ നിൽക്കാൻ ഇഷ്ട. വാ മതി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഇവിടെ നിന്നോളൂ, ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ. നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ തന്നെ പോവാം. എന്തൊരു നെഞ്ച്. ആമിനക്കുട്ടി വിഷമിക്കണ്ട, ആ നിൽക്കാതെ നടക്കില്ല. പക്ഷേ നീ ഇത്തിരി ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങി ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീ ഇരിക്കും, നിനക്ക് വരാം. വേണ്ടയാതെ നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? നിങ്ങൾ സദാ സമയം നിങ്ങൾക്ക് ഭ്രാന്തോ? ആ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കാൻ പറഞ്ഞു. സ്വന്തം വിഡിത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താ പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നിൽ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കേട്ടാൻ പോണത്. എനിക്ക് ആമിനോട് സംസാരിക്കണം. കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ സംഗതി ആകെ കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനിക്ക പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. ആമിനാനെ നമ്മൾ കെട്ടും. ആ നിങ്ങൾ നിൽക്കാൻ കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പോയിക്കോളൂ. നാണില്ലല്ലോ ബാപ്പുട്ടി. എങ്ങക്ക് വേഷം കെട്ടാൻ വന്നാ വേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങടെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാലിയാക്കാം. നാട്ടുകാരുടെ തല്ലുകൊള്ളതിന് മുമ്പ്. തോന്നിക്കോളും ഓരോ കാലത്ത്. എന്താണ് ഹൈദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടെന്ന് കേട്ട്? ആ മായ, കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ. നാട് മുഴുവൻ പാട്ടായിരിക്കും ഹൈദ്രോസിക്ക. ഹൈദ്രോസിക്ക ഇന്നലെ മുതൽ ഓൻ തിരിയില്ല. എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയുന്നില്ല. നാളെ നിക്കാഹ് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ. മുണ്ടാണ്ട് പോണ് ഓളെ പേരയിൽ കെട്ടി തൂക്കിങ്ങോണ്ട് കൂടിയന്റെ മുകളില് ഇന്ന് വരെ ഒരു ബാക്കി നിങ്ങളോട് ചോദിച്ചോ? ഹൈദ്രോസ് കേട്ട കുന്നത്തങ്ങാടി ഉറക്കും. ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ ഇട്ട് വർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും. ഓനെ വരച്ച പറയിൽ ഈ അഴിവ് കൊടുത്തു. ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നത്. അല്ലേ അലവി, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുകിൽ ഓൻ അല്ലേ നമ്മള് രണ്ടൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. വേഗം വരും. ആ ഹൈദ്രോസ് പീടിയെ തല്ലി പൊളിക്കാൻ വരുന്നു. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഓനോട് പോയി പറഞ്ഞ് തടുക്കാൻ. നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ? ഇപ്പോൾ എന്തായി? ഇനി ഒന്നിനും ഞാനില്ല കേട്ടോ. ആ നമ്മൾ പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം. അത് ഓനല്ല ആലോചിക്കണ്ടേ? അത് പറയരുത്. നിങ്ങൾ പോയാൽ ആശിസിക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് ആശിസിക്കാരെ തച്ചു കൊല്ലും.
ഹൈദ്രോസോനെ തല്ലി ചതച്ചോട്ട് കുത്തി കൊന്നോട്ട് പഠിച്ചോനതോ നിശ്ചയിച്ചെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചവരൊക്കെ വലിയൊരുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റിപ്പഴപ്പിനുണ്ട് ഓരോ വേഷം കിട്ടാന്നല്ലാതെ ആ ഊരെ തിരക്കാൻ നമ്മളെ കൊണ്ട് എന്റെ കയ്യോ? ബാപ്പുട്ടിക്ക് മജീദിനും കഴിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഈ ദേശത്തിന് കഴിയും, പടച്ചവും കൂടെ ഉണ്ടെങ്കിൽ. ബഷീറേ നിക്ക്, ഈ കുന്നത്തങ്ങാരി ചെന്ന് പറയും മലപ്പുറം മൊഴിയും വരണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവണ്ണി. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായതാ തോന്നണേ. മജീദേ കാണിച്ചോ, ഉമ്മാന്റെ മുളപ്പാല് കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് പറ്റും നോക്കട്ടെ. കുന്നത്തങ്ങാരി ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടരുത്. കത്തി പിടിച്ച് വായിക്കേണ്ട പോയിട്ടല്ല, അതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട, ഈ ഹൈദ്രോസിനോട് പറ നമ്മൾ ഒത്തുകൂടി തയ്യാറാണെന്ന്. വേണ്ടെങ്കിൽ വേണ്ടണം. ചോദിച്ചാ പോലെ വേണ്ട, സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നിർത്തിയിരിക്കണം. നമ്മുടെ കണ്ടോടെ തടിക്ക് കേറായിക്കോട്ടോ. അഞ്ചിനി സമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു. എല്ലാവർക്കും ചായയും കടിയും ഇന്ന് പോയിട്ട് കുഞ്ഞാലിന്റെ വകയാണ്. അടിച്ച് വേണ്ട. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ വയ്ക്കും. എന്തൊരു പറഞ്ഞു ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ വയ്ക്കും. ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ ഒന്നുകൂടെ പറയും. ഞാൻ നിൽക്കാതെ വയ്ക്കും. വേണ്ട, നിങ്ങളുടെ കത്തിയൊക്കെ മുറിച്ചുകൊണ്ട് ആമനെന്റെ കത്തിന്. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദിനും മാനം കാക്കുമോനെ ഈയാണോ ശിവാക്കുട്ടി? എന്റെ ബാപ്പ, എന്റെ ബാപ്പിന്റെ ബാപ്പിന്റെ ബാപ്പ കടന്ന് പോയില്ലേ?
പൂങ്കുട്ടോ കെട്ടിക്കാൻ അങ്ങാടി കണ്ടു കാണില്ല. ഇയാണ് സിംഹക്കുട്ടി. ഇനി ആരെങ്കിലും ഉണ്ടോടാ കുന്നത്തങ്ങാടിയില്? ഉണ്ടോടാ? ഞാൻ ആമനെ നിൽക്കാതെ കഴിക്കാൻ പോകണം.